നിങ്ങളുടെ 4th ചാപ്റ്ററാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകത എന്താണ്, ദെൻ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പലതരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മതിയാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം അല്ലേ. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്സ് അല്ലേ. കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ടിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റേറ്റ് എ ഫേം പേയ്സ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദി യൂസ് ഓഫ് ദെയർ മണി അല്ലേ. അപ്പം ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഒരു കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ, കമ്പനി നടത്താൻ ആവശ്യമായുള്ള ക്യാപിറ്റൽ, അത് പല രീതിയിലാണ് ഒരു കമ്പനി അക്വയർ ചെയ്യുക അല്ലേ. ചിലപ്പം ഡിബഞ്ചർ ഹോൾഡേഴ്സ് വെച്ചിട്ടാവാം, ചിലപ്പം ഇക്വിറ്റി ഷെയർ ആവാം. ഇക്വിറ്റി ഷെയർ പല 90% കേസുകളിലും ഇക്വിറ്റി ഷെയർ തന്നെയായിരിക്കും. അപ്പം ഇക്വിറ്റി ഷെയർസ് ആവാം, പ്രിഫറൻസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം അല്ലേ. ഇതൊക്കെ ആവാം. ഏത് ക്യാപിറ്റൽ ആണെങ്കിലും അതിന് അവർക്ക് തിരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു വർഷാവർഷങ്ങളിൽ ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കൊടുക്കണം അല്ലേ. അങ്ങനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിൻ്റെ റേറ്റിന് പറയുന്ന പേരാണ് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതിന് നമുക്ക് വരുന്ന ചിലവ്, കോസ്റ്റിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു റേറ്റ് ആയിട്ടാണ് ഇത് പറയുന്നതെന്ന് മാത്രം. ഓക്കെ. അപ്പം ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു റേറ്റ്, ഈ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോസ്റ്റാണ്. പക്ഷേ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ റേറ്റ് എന്താണെന്നറിയോ, അവരുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് അവരുടെ വരുമാനമാണ്, റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, റേറ്റ് ഓഫ് റിട്ടേൺ കേട്ടോ. അപ്പം കമ്പനിയെ സംബന്ധിച്ചത് അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. അതേസമയം അത് എന്തുമാണ്, ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതൊരു റേറ്റ് ഓഫ് റിട്ടേണുമാണ്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൻ്റെ മുകളിൽ അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആണത്, ആ റേറ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഈ രണ്ട് റേറ്റിൽ അറിയപ്പെടുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഹേർഡിൽ റേറ്റ് എന്ന് അറിയപ്പെടാറുണ്ട്. HURDLE, ഹേർഡിൽ റേറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഇത് അറിയപ്പെടാറുണ്ട്. പിന്നെ ഇത് ഈ കോസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് അല്ലേ. ഒരു ബിസിനസ് അവരുടെ റിസ്ക് എടുക്കുന്നതിന് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക്കും ബിസിനസ് റിസ്ക്കും ഒക്കെ എടുക്കുന്നതിന് കിട്ടുന്ന റിവാർഡായിട്ടൊക്കെ നമുക്ക് ഈ ഒരു റേറ്റിനെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ആ പേരിൽ തന്നെയുണ്ട് അല്ലേ. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് അല്ലേ. ഈ കോസ്റ്റ് നമുക്ക് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കോസ്റ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇതിൻ്റെ മുന്നേ നമ്മളൊരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത ഫണ്ടിന് നമ്മൾ കൊടുത്തിട്ടുള്ള കോസ്റ്റ്. ഓക്കെ, അങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുക. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്യൂച്ചർ കോസ്റ്റ് റെഫേഴ്സ് ടു ദി എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ടു ബി റേസ്ഡ് ഫോർ ഫിനാൻസിങ് എ പ്രൊജക്റ്റ്. നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ഫിനാൻസ് ചെയ്യാൻ പോവുകയാണ്. അത് ഫിനാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര കോസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്, ഭാവിയിൽ ഇത്ര വരാൻ സാധ്യതയുണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓൾറെഡി ഇൻകർ ചെയ്ത കോസ്റ്റാണ്, മറ്റൊന്ന് എക്സ്പെക്റ്റഡ് ടു ഇൻകർ അല്ലേ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ, വരാൻ പോകുന്നതാണ് മറ്റത്. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇക്വിറ്റി ആവാം, പ്രിഫറൻസ് ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ ഇക്വിറ്റിക്ക് മാത്രം ഇത്ര കോസ്റ്റ്, പ്രിഫറൻസ് ഷെയറിന് മാത്രം ഇത്ര കോസ്റ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ടോട്ടൽ കോസ്റ്റ് ആണ് അല്ലേ. അതായത് ഒരു കമ്പനിയുടെ ക്യാപിറ്റലിൽ കിടക്കുന്ന മുഴുവൻ എമൗണ്ടിന് കൊടുക്കേണ്ട കോസ്റ്റ്. ടോട്ടൽ ക്യാപിറ്റൽ എന്തൊക്കെ ഉണ്ടാവും, ഇക്വിറ്റി ഉണ്ടാവും, പ്രിഫറൻസ് ഉണ്ടാവും, ഡിബഞ്ചേഴ്സ് ഉണ്ടാവുക, ഇതെല്ലാത്തിനും കൂടെ നമ്മൾ ടോട്ടലായിട്ട് എത്ര കൊടുക്കണം,
ടോട്ടലായിട്ട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ടോട്ടൽ. ഓക്കെ, മറ്റേതാകുമ്പോൾ സ്പെസിഫിക് ആണെങ്കിൽ സിംഗിൾ ആയിട്ട് പറയും. ഇക്വിറ്റിക്ക് ഇത്ര, പ്രിഫറൻസിന് ഇത്ര, ഡിബെഞ്ചറിന് ഇത്ര. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ അറിയപ്പെടുക, അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് എന്നൊക്കെ പറയാം, ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, തേർഡ് ടൈപ്സ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് കോമ്പോസിറ്റ് കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ, എല്ലാം കൂടെ സ്ഥാപനത്തിൻ്റെ ഹോൾ കോസ്റ്റ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര തരത്തിലുള്ള ക്യാപിറ്റൽ ഉണ്ട് നോക്കുക. അപ്പോൾ 3 തരത്തിലുള്ളതാണെങ്കിൽ ഇക്വിറ്റി, പ്രിഫറൻസ്, ഡിബെഞ്ചർ. 3 ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓവറോൾ ക്യാപിറ്റലിനെ നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് ചെയ്യുക, സാധാരണ ആവറേജ് ചെയ്യുന്ന പോലെ ആവറേജ് ചെയ്യുക. ദെൻ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. ഇപ്പോൾ നമ്മുടെ നിലവിൽ കുറച്ച് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ എക്സ്ട്രാ ഒരു 10,000 കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്, ഒരു എക്സ്ട്രാ 10,000 കൂടെ ക്യാപിറ്റൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് എത്ര കോസ്റ്റ് വരും, എക്സ്ട്രാ വരുന്ന കോസ്റ്റ്. അഡീഷണൽ മാർജിനലിൻ്റെ മീനിങ് തന്നെ അഡീഷണൽ കോസ്റ്റ് ആണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റിനാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കാറ്റഗറി എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇക്വേറ്റ്സ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വിത്ത് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഇപ്പം എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന, റിയലായിട്ട് സംഭവിക്കുന്ന കോസ്റ്റിനാണ് നമ്മൾ ശരിക്കും എക്സ്പ്ലിസിറ്റ് എന്ന് കോസ്റ്റ് എന്ന് പറയുക. പക്ഷേ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ മറ്റൊരർത്ഥത്തിൽ അത് സംഭവിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഞാൻ മീനിങ് പറഞ്ഞു തരാം. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് ഇക്വേറ്റ്സ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വിത്ത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഇപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്നത് ഏത് റേറ്റ് വെച്ചിട്ടാണ് നോക്കിയിട്ടാണ് നമ്മൾ ആ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ സ്വാഭാവികമായും നമുക്ക് സംഭവിച്ചിട്ടുള്ള കോസ്റ്റാണ്, അതായത് പണപരമായിട്ട് നമ്മൾ എത്ര നൽകിയിട്ടുണ്ട്, നമുക്ക് റിയലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കോസ്റ്റ്. എന്നാൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒക്കെ അതിൻ്റെ മറ്റൊരു പേരാണ്. അതായത് ഇത് ആക്ച്വലി ഇത് സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇത് ഒരു പക്ഷേ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒന്നായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ സംഭവിച്ചിട്ടുള്ള ഒന്നായിരുന്നു അല്ലേ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ, കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്താ പറയുക, നമ്മൾ ഓൾട്ടർനേറ്റീവ് പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത്ര റിട്ടേൺ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊരു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ ഇക്കണോമിക് കണ്ടീഷൻ. ജനറൽ ഇക്കണോമിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇക്കണോമിയിൽ ഉണ്ടാകുന്ന കണ്ടീഷൻ, ബൂമോ റിസഷനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പം ആ ജനറൽ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണോ, ഇപ്പം ഇക്കണോമിയിൽ ക്യാഷിന് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ, അതായത് മണി സപ്ലൈ കുറവാണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ മണിക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആരുടെ നിന്നാണോ ക്യാപിറ്റൽ അക്വയർ ചെയ്യുന്നതിന് കൂടുതൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊടുക്കേണ്ടി വരും, കാരണം ഡിമാൻഡ് കൂടുതലാണ്. അപ്പം മാർക്കറ്റിലെ കണ്ടീഷൻ, അല്ലെങ്കിൽ ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റിസ്ക്കും അതിൻ്റെ കോസ്റ്റും നമുക്ക് റിട്ടേൺ തമ്മിലുള്ള അനുപാതം നമുക്കറിയാം. ഹയർ റിസ്ക് എടുക്കുന്ന ആൾക്ക് ഹയർ റിട്ടേൺ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പനി, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി, ആ കമ്പനി റിസ്കി കമ്പനിയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ നമുക്ക് വേണ്ടി വരും. അതല്ല റിസ്ക് കുറഞ്ഞ കമ്പനികളാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ റിട്ടേണും ആയിരിക്കും വരിക. അപ്പോൾ അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പിന്നെ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണ്ടി വരും. നമ്മൾ ഏത് തരത്തിലുള്ള ക്യാപിറ്റലാണോ അക്വയർ ചെയ്യുന്നത്, ഒരു കമ്പനി അക്വയർ ചെയ്യുന്ന ക്യാപിറ്റൽ റിസ്കി പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ റിട്ടേണും അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റും ഹയർ തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, എമൗണ്ട് ഓഫ് ഫിനാൻസ് റിക്വയർഡ്. ഇപ്പോൾ ഫിനാൻസ് അല്ലേ, എത്ര എമൗണ്ട് ആണ് നമ്മൾ അക്വയർ ചെയ്യുന്നത് നോക്കുക. ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ
എന്ത് കൊടുക്കേണ്ടി വരും? നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് നല്ല കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതേസമയം കുറഞ്ഞ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിലേറ്റീവ്ലി സ്മോളർ എമൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ഓഫ് റിട്ടേൺ കുറച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് കോസ്റ്റും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം ഈ എമൗണ്ട് അനുസരിച്ചിട്ടും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് വൺ, ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് റെഫേഴ്സ് ടു ദി കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് ന്യൂ സെക്യൂരിറ്റീസ്. അല്ലേ, ഒരു പുതിയ സെക്യൂരിറ്റി മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ ചെലവുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീഗൽ ഫീസ്, പ്രിൻറ്റിങ് എക്സ്പെൻസ്, സെയിൽസ് കമ്മീഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെയർ ഉണ്ടാക്കിയിട്ട് അത് പബ്ലിക്കിന് കൊടുക്കുകയാണ്. ആ പബ്ലിക്കിൻ്റെ കയ്യിലെത്തുന്ന വരെ ഒരുപാട് പ്രോസസ്സുകളുണ്ട് അല്ലേ. ആ പ്രോസസ്സ് വരെ നമുക്ക് ചിലവാകുന്ന ഈ ചിലവുകളെ, ലീഗൽ ഫീസ്, പ്രിൻറ്റിങ് എക്സ്പെൻസ്, സെയിൽസ് കമ്മീഷൻ, ഇതിങ്ങനെയുള്ള അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റിന് അനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ല ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉള്ള ക്യാപിറ്റൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലേ ഉണ്ടാവുള്ളൂ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ, ടാക്സസ്. ഇപ്പം ടാക്സും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. നമുക്കറിയാം, നോർമലി ഈ ഡിബെഞ്ചേഴ്സ് അല്ലാത്ത, ഡെപ്റ്റ് ക്യാപിറ്റൽ അല്ലാത്ത ബാക്കി എല്ലാ ക്യാപിറ്റലും, ഇക്വിറ്റി ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഒക്കെ ടാക്സ് കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം അതുകൊണ്ട് ഈ ടാക്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിട്ടേൺ കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ചെറിയ എഫക്റ്റ് സംഭവിക്കും. ഇനി എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക? കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം ഇവിടെ നമുക്ക് 4 തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഒന്ന് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സിന് നമ്മൾ പ്രത്യക്ഷമായിട്ട് നോക്കുന്ന സമയത്ത് കോസ്റ്റ് ഒന്നും വരുന്നില്ല, ചിലവൊന്നും വരുന്നില്ല. കാരണം അത് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്ന ഒരു എമൗണ്ട് ആണ്. പക്ഷേ ആ പ്രോഫിറ്റ് ശരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ട ഒരു എമൗണ്ട് ആയിരുന്നു അല്ലേ. അപ്പോൾ ശരിക്കും അവിടെ ഒരു കോസ്റ്റ് ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് റീറ്റെയിൻ ഏണിങ്സിൻ്റെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് അല്ലേ. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഡിബെഞ്ചേഴ്സിന് എത്ര കോസ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക? അപ്പം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ 2 തരത്തിലാണ് ഡെപ്റ്റ് ഉണ്ടാവുക. റെഡീമബിൾ ഡെപ്റ്റും ഉണ്ടാവും, ഇറെഡീമബിൾ ഡെപ്റ്റും ഉണ്ടാവും അല്ലേ. അതായത് ഇറെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡെപ്റ്റ്സ് വിച്ച് ആർ നോട്ട് റീപേബിൾ ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ദി കമ്പനി അല്ലേ. അതായത് ലൈഫ് ലോങ് ഉണ്ടാവുന്നത്, അതായത് റീപേയ്മെൻറ്റ് ഇല്ലാത്തതല്ല, എന്താ പറയുക, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവില്ല അത്. കാരണം അത് ആ കമ്പനിയുടെ ലൈഫ് ലോങ്ങിൽ ആ കമ്പനിയുടെ കൂടെ തന്നെ അത് ഉണ്ടാവും. മീൻസ് ഇത്ര വർഷത്തേക്ക് നല്ല ഉണ്ടാവുക, അത് ഹോൾ പീരീഡിലേക്ക് അല്ലേ, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നവരെ കമ്പനിയുടെ കയ്യിലുണ്ടാകുന്ന ഡെപ്റ്റുകൾ, റെഡീം ചെയ്യാത്ത ഡെപ്റ്റുകൾ. അങ്ങനെയുള്ള ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇപ്പം ക്വസ്റ്റ്യനിൽ ടാക്സ് ഉള്ള കേസും ഉണ്ടാവും, ടാക്സ് ഇല്ലാത്ത കേസും ഉണ്ടാവും. അപ്പോൾ ടാക്സ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ KD എന്നാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ നോർമലി കാണിക്കാറ്, KD. ഓക്കെ, അപ്പം KD ഈസ് ഈക്വൽ ടു I മൈനസ് NP ഇൻറ്റു 100. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്, ഡിബെഞ്ചേഴ്സിന് എത്രയാണോ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. എല്ലാ വർഷാവർഷങ്ങളിൽ എന്ത് കൊടുക്കണം? ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. അത് നിർബന്ധമാണ്, മറ്റുള്ള പോലെയല്ല, നിർബന്ധമായിട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ കൊടുത്തിരിക്കണം. അപ്പം ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ NP എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ്, അതായത് അതിന് ചിലവ്, ടോട്ടൽ എത്ര രൂപയാണോ അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് ആയിട്ട് വരുന്ന എമൗണ്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമുക്ക് കിട്ടും.
ഇനി ടാക്സ് ഉണ്ടെങ്കിൽ സെയിം ഇക്വേഷൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. I ഇൻറ്റു 1 മൈനസ് ടി. ഓക്കെ, നമ്മൾ ആ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യണം, 1 മൈനസ് ടി കൊണ്ട് ഗുണിക്കണം. 1 മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ ടാക്സ്, എത്രയാണോ ടാക്സ് റേറ്റ്, ആ 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്